Let me welcome everyone to today's webinar. And today we'll be discussing about MBBS in Asian countries. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നിംഷാദ്. ഇന്ന് നമ്മൾ MBBS ഏഷ്യൻ കൺട്രി MBBS പഠനം ഏഷ്യൻ കൺട്രി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. So actually, this is all basic information. Like still MBBS is a major sort out program in among Indian students. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം സ്റ്റിൽ ഇപ്പോഴും WHO കണക്ക് പ്രകാരം 4.5 lakh ഡോക്ടേഴ്സോളം ഷോർട്ടാണ്. അതുപോലെ ഓഫ് കോഴ്സ് ഇന്ത്യൻ പോപ്പുലേഷൻ ഈസ് റൈസിങ്. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് MBBS ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ മെയിൻലി ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ് തന്നെയാണ്. And of course, doctor-patient ratio നോക്കുകയാണെങ്കിൽ still we are behind. Still India is behind. So basically, according to MCI, ഒരു സ്റ്റുഡൻറ്റിന് ഏതൊക്കെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്താണ് മിനിമം ക്രൈറ്റീരിയ ഫോർ MBBS പഠിക്കാനുള്ള മിനിമം ക്രൈറ്റീരിയ +2 ലെവലിൽ PCB ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെക്ഷനിൽ 50% മാർക്സ് average 50% marks score ചെയ്ത് കഴിഞ്ഞാൽ they can do MBBS even in India or abroad. അതിൽ OBC കാറ്റഗറി ആണെങ്കിൽ 45% മതി. അതൊക്കെ ഒരു 5% റിലാക്സേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ നൗ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തന്നെ അറിയാം 50% മാർക്ക് കിട്ടിയ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അബ്രോഡ് മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ കിട്ടാനും ബുദ്ധിമുട്ടാണ്, മെയിൻലി ഇൻ ഏഷ്യൻ കൺട്രീസ്. So these are all just the Indian medical colleges numbers and the seats and all. So almost 15 lakh students write NEET every year, and in that we only have 65,000 plus seats. Okay, അപ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ബാക്കിയുള്ള സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ MBBS തന്നെ കരിയറായി ചൂസ് ചെയ്യണം എന്നില്ല. ദർ ആർ മെനി ഓപ്ഷൻസ്, റൈറ്റ്? പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്, BDS ഉണ്ട്, ഡെന്റിസ്ട്രി ഉണ്ട്, ആയുർവേദിക് ഉണ്ട്, അതിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ബട്ട് MBBS എന്തുകൊണ്ടും അതിനോട് പാഷൻ ഉണ്ടെങ്കിൽ യു സ്റ്റിൽ ക്യാൻ ചൂസ്, ബിക്കോസ് സ്റ്റിൽ ഇപ്പോൾ MBBS കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസിങ് ഡോക്ടർ എന്നല്ലാതെ വേറെയും ഒരുപാട് ലെവലിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ MBBS കഴിഞ്ഞ് PG കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ ടീച്ചിങ് ഓർ റിസർച്ച് ഓർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ ഒരുപാട് പബ്ലിക് ഹെൽത്ത്, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിന് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും ആഫ്റ്റർ MBBS. സോ MBBS ഈസ് ജസ്റ്റ് എ ബേസിക് ഡിഗ്രി, പ്രൊഫഷണൽ ഡിഗ്രി, whereby you can practice as a doctor also. So MBBS abroad കുറിച്ച് പറയുകയാണെങ്കിൽ basically 1995 onwards അല്ലെങ്കിൽ 1990 onwards ഇന്ത്യൻ സ്റ്റുഡൻസ് ഓവർസീസിൽ പോയി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മെയിൻലി അന്ന് പോയിരുന്നത് റഷ്യയിലൊക്കെയായിരുന്നു അന്ന് പോയിരുന്നത്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അന്ന് റഷ്യയിലാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസിന് ഫീസിബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നത്. Then when it was started in China, ചൈനയിൽ 2003 ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം അല്ല, വി കനോട്ട് സേ ലൈക്ക് ഇംഗ്ലീഷ് മീഡിയം പ്രോഗ്രാം. ഇന്ത്യൻ സ്റ്റുഡൻസ് ചൈനയിലോട്ട് പോകാൻ തുടങ്ങിയത് 2003 ഓൺവേർഡ്സ് ആണ്. സോ 2002 ഒരു മേജർ ഒരു ഇമ്പാക്ട് വന്നത് എന്താ വെച്ചാൽ 2002 ഓൺവേർഡ്സ് ആണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അബ്രോഡ് പഠിക്കുന്ന ഡോക്ടേഴ്സിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ they need to write MCI എന്നുള്ളൊരു MCI എക്സാം അല്ലെങ്കിൽ FMG ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ വരുന്നത്
2002 ലാണ്. Okay, from 2002 onwards അത് actually paper examination, normal examination ആയിരുന്നു. Then eventually ഇപ്പോ അത് online examination ആണ്. Okay. So ഇപ്പോൾ MBBS there are ഇപ്പോൾ MBBS options ഒരുപാട് കൺട്രീസിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, യൂറോപ്യൻ കൺട്രീസിലുണ്ട്, ഓക്കെ, ഏഷ്യൻ കൺട്രീസിലുണ്ട്, ദെൻ ഈവൻ US UK. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഉണ്ട്, പിന്നെ ഫീ സ്ട്രക്ചേഴ്സ് ഉണ്ട്. So basically every countries abroad MBBS the structure is different. Structure means teaching curriculum അതുപോലെ teaching years എല്ലാം different ആണ്. So when we are talking about Asian countries, like European countries, mainly it is 6 years. Okay, even Russia ആയാലും ഉക്രൈൻ ആണെങ്കിലും എല്ലാം 6 years ആണ്. അതുപോലെ ഷെൻസൺ കൺട്രീസിലും 6 years ആണ് പ്രോഗ്രാം. ടോട്ടൽ 6 years പ്രോഗ്രാം ആണ്. Like I said, Russia, Moldova, Kazakhstan, all countries are 6 years program. So when it comes to Asian countries, okay, there are 3 different kinds of program. For example, if you consider China, China ഇപ്പോൾ ഉള്ളത് 5+1 program ആണ്. That means 5 years studies and 1 year internship, 1 year outsurgency. Okay, so 5+1 program ആണ് ചൈനയിലുള്ളത്. When it is in Malaysia, it is 5 years program. So if 5 years clerkship included on it, but internship outsurgency part is not included, whereby the Malaysian universities are allowing the students to go back to their countries and do the internship along outsurgency. So here 5 years into Lil, you will be getting a degree. Okay, so the difference is that China you need 6 years to get a degree, whereby in Malaysia in 5 years you can get a degree. Okay, which is not including outsurgency. So that means you have to go back. ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളത് ഔട്ട്സർജൻസി എന്നുള്ള ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇഫ് യു ഹാവ് നിങ്ങൾ ചൈനയിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ ഇന്റേൺഷിപ്പ് ഇന്ത്യയിൽ വാലിഡ് ആണ്. ഇന്ത്യയിൽ വാലിഡ് ആണെന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റേറ്റ്സിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പോൾ റീസെന്റ് ഈവൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഡിസോൾവ് ആയി, ബട്ട് സ്റ്റിൽ ദേ ഹാവ് come up with a new resolution like, okay, every medical council have to accept the outsurgency if it is done abroad according to MCI norms. ആ ഒരു പുതിയൊരു റൂൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ചൈനയിൽ ഒരു 6 years പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മലേഷ്യയെ സംബന്ധിച്ചിടത്തോളം മലേഷ്യയിൽ ഇപ്പോൾ 5 years കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോയി നിങ്ങൾ ഏതാണോ കൺട്രി പോകുന്നത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഔട്ട്സർജൻസിക്ക് ഓപ്ഷൻ ഉള്ളൂ. നിങ്ങൾക്ക് മലേഷ്യയിൽ ഔട്ട്സർജൻസി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, ദെൻ വെൻ ഇറ്റ് കംസ് ടു ഇന്തോനേഷ്യ ഓൾസോ സെയിം. ഇന്തോനേഷ്യ ഓൾസോ 5+1 പ്രോഗ്രാം ആണ്. വെൻ ഇറ്റ് കംസ് ടു ഫിലിപ്പൈൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ഫിലിപ്പൈൻസ് ഇസ് BS MD പ്രോഗ്രാം, സിമിലർ ടു MBBS പ്രോഗ്രാം. ബട്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഈസ് നമ്മുടെ നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റുഡന്റ് ഫിലിപ്പൈൻസിൽ പോകുന്നതെങ്കിൽ ഒരു ഇനീഷ്യലി 1.5 to 2 years, അതായത് അത് ലോട്ട് ഓഫ് യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡിങ് ആണ്. ചില യൂണിവേഴ്സിറ്റികളിൽ അത് 1.5 years ആണ്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഓൺവേർഡ്സ് ചെഡ് അത് സ്പെസിഫിക് ആയിട്ട് 2 years വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 2 years BS പ്രോഗ്രാമും പിന്നെ 4 years MD പ്രോഗ്രാം. ഓക്കെ, MD വിച്ച് ഈസ് ഈക്വലന്റ് ടു MBBS. ഈ ഒരു സ്ട്രക്ചർ ആണ് ഫിലിപ്പൈൻസിലുള്ളത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കൺട്രീസ്. ദെൻ ഓഫ് കോഴ്സ് മെയിൻലി എല്ലാ യൂണിവേഴ്സിറ്റീസിലും അബ്രോഡുള്ള യൂണിവേഴ്സിറ്റീസിലും ഇപ്പോൾ ഒരു നമുക്കൊരു 60% അല്ലെങ്കിൽ 70% സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ അഡ്മിഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ചില കൺട്രീസിൽ സ്റ്റിൽ 50% ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. ബട്ട് മെയിൻലി ഇപ്പോൾ ചൈന ആണെങ്കിൽ ഒരു 70% എബോവ് ഉണ്ടെങ്കിൽ മാത്രമേ ചൈന യൂണിവേഴ്സിറ്റീസ് ആർ കൺസിഡറിങ്. ഓക്കെ, and when it is Malaysia also 60 and above ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ മലേഷ്യയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക. ദെൻ ഇപ്പോൾ MCA എക്സാമിനെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, everyone is aware, but still that is conducted twice in a year. 2 പ്രാവശ്യമാണ് വർഷത്തിലുള്ളത്, ജൂൺ ആൻഡ് ഡിസംബർ. ദെൻ 300 മാർക്സിന്റെ എക്സാമിനേഷൻ 2 സെക്ഷൻ ആയിട്ടാണ് നടക്കുക. ഓക്കെ, ഒന്ന് പ്രീ ക്ലിനിക്കൽ ആൻഡ് ദെൻ ക്ലിനിക്കൽ. ബട്ട്
300 മാർക്സിൽ നിങ്ങൾ 150 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാണ്. ബട്ട് ദിസ് 150 ക്യാൻ ബി കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾ സ്കോർ ചെയ്താൽ മതി. ഈ രണ്ട് സെക്ഷനിലും കൂടി 150 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ എലിജിബിൾ ടു പ്രാക്ടീസ് ഇൻ ഇന്ത്യ. അല്ലെങ്കിൽ FMG എക്സാമിനേഷൻ ക്ലിയർ ആയി എന്നുള്ളതിനാണ് ഉള്ള സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു എക്സാം എഴുതുന്നതോടുകൂടി ഇന്ത്യയിൽ പഠിച്ചൊരു സ്റ്റുഡൻറ്റും ഓർ അബ്രോഡ് പഠിച്ചൊരു സ്റ്റുഡൻറ്റും ഇസ് സെയിം. ഓക്കെ, സോ അതുകൊണ്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് മച്ച് ഡിഫറൻസ്. ഇപ്പൊ ഇയേഴ്സ് ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം ആണ്. കരിക്കുലം ഈസ് ഓൾമോസ്റ്റ് സിമിലർ. ആൻഡ് ദെൻ അതർ ലൈക്ക് ഇപ്പോൾ എക്സാമിനെ പറ്റി നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ സ്ട്രക്ചറും എല്ലാം സിമിലർ ആണ്. സോ അബ്രോഡ് പഠിച്ചൊരു സ്റ്റുഡൻറ്റിന് ഇന്ത്യയിൽ എനി കൺട്രി MBBS ഏത് കൺട്രിയിൽ പഠിച്ചാലും ഇന്ത്യയിൽ തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു റൈറ്റ് ക്ലിയർ FMG. അത് ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് FMG ക്ലിയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഡോക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ FMG എന്നുള്ളൊരു പാർട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നൗ. So this is all the documents required. Okay, passport, then 10th and 12th mark list. For NEET result for declare കഴിഞ്ഞാൽ NEET result. Some countries are specifically asking for NEET result. അത് ജസ്റ്റ് നീറ്റിൽ ഇത്ര സ്കോർ വേണമെന്നില്ല, പക്ഷെ നിങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്തിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ റീസെന്റ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പൊ MCI പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ ഓക്കെ, ഫോർ അബ്രോഡിന് നീറ്റ് സ്കോർ ഈസ് വാലിഡ് ഫോർ 3 years. ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ അതിന് മുന്നത്തെ നീറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡിൽ അത് 3 years വരെ വാലിഡ് ആണ് അബ്രോഡ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ കം ബാക്ക് ആൻഡ് റൈറ്റ് ദ എക്സാം. ഇനിയിപ്പോ ഈ ഒരു COVID-19 പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഒരു പുതിയ MCI നോംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ക്ലിയർ നെക്സ്റ്റ് ഇയർ ഓൾസോ. അപ്പൊ ഈ ഒരു നീറ്റ് ഇപ്പോൾ ഈ വർഷം എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ നീറ്റ് ഇതായില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, എലിജിബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ക്ലിയർ നെക്സ്റ്റ് ഇയർ ഓൾസോ. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി യു ഹാവ് ദാറ്റ് ഓപ്ഷൻ ഓൾസോ. സോ എഡ്യൂസോണിനെ പറ്റി പറയുകയാണെങ്കിൽ എഡ്യൂസോൺ ഈസ് ബീൻ ഇൻ ദിസ് ഫീൽഡ് ഫോർ ഏകദേശം 16 years ആയി. നമ്മൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മെയിനായിട്ട് കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസിനെ അബ്രോഡ് പല യൂണിവേഴ്സിറ്റികളായിട്ട് വരുന്നുണ്ട്. അതിൽ വി ഹാവ് ബീൻ ഇൻ പയനിയേഴ്സ് ഇൻ സെൻഡിങ് സ്റ്റുഡൻസ് ടു ചൈന. സോ നൗ കമ്മിങ് ബാക്ക് ടു ചൈന, ഇപ്പോൾ യു ഡോണ്ട് ഹാവ് ടു ബി ലൈക്ക് you don't have to be worried about the current situation. ഇപ്പൊ ഇന്ത്യ ചൈന എന്നുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ചൈനയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ MBBS പഠിക്കാൻ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം MBBS പഠിക്കാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെടുന്നില്ല. അതാണ് ഫസ്റ്റ്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരൻസ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ തന്നെ ഒരു 500ഓളം സ്റ്റുഡൻസ് നമ്മുടെ ചൈനയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ നിംബോ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ നമുക്ക് 500 സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് മാത്രം പഠിക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ കോവിഡ് കാരണം തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പോൾ അവര് തിരിച്ച് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്, പിന്നെ തിരിച്ചു പോകാൻ ഒരുങ്ങാണ്, റൈറ്റ്? അപ്പൊ ഈ തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ചൈന നൗ ഈസ് 100% സേഫ്. 100% അവിടെ കോവിഡിനെ അവർ കൺട്രോൾ ചെയ്തു. ഓക്കെ, ഈവൺ ഇഫ് ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഫ്രം ചൈനയിൽ നിന്നാണ് കോവിഡ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോ എന്നിരുന്നാലും ഇപ്പൊ ചൈനയിൽ 0% കേസസ് ആണുള്ളത്. ഓക്കെ, എല്ലാ സിറ്റീസും ഓപ്പൺ ചെയ്തു, എല്ലാ യൂണിവേഴ്സിറ്റീസും ഓപ്പൺ ചെയ്തു. സോ ഇറ്റ് ഈസ് 100% സേഫ്, 101% സേഫ് ടു ഗോ ടു ചൈന ഫോർ സ്റ്റഡീസ്. ഓക്കെ, ദെൻ സെക്കൻഡ്ലി ഇപ്പോ when you are talking about Nimbo University, ഞാൻ already പറഞ്ഞു, we have 500 students and we have around 300 graduates from Nimbo University who is currently working in many hospitals across Kerala or India. Okay, അപ്പോൾ ഒരുപാട് അലുമിനീസ് ഉള്ള യൂണിവേഴ്സിറ്റി ആണ്. ദെൻ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഓഗസ്റ്റിൽ നടന്ന MCA എക്സാമിനേഷനിൽ we had a good result. അപ്പോൾ ഇത് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അക്കാഡമിക്സ് പാർട്ട് ഈസ് വെരി സ്ട്രോങ് ഇൻ നിംബോയിലെ അക്കാഡമിക്സ് പാർട്ട് വെരി സ്ട്രോങ് ആണ്. പിന്നെ ഈ ഒരു കോവിഡിന്റെ ഈ ഒരു ഇയറിൽ there are സ്പെഷ്യൽ സ്കോളർഷിപ്പ്. ഫസ്റ്റ് ഇയർ തന്നെ എവറി ഇയർ നമുക്ക് നിംബോയിൽ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അത് അവരുടെ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ അങ്ങനത്തെ റിസൾട്ട് നോക്കിയിട്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിംബോ ഗവൺമെന്റ് ഈസ് ഗിവിംഗ് അല്ലെങ്കിൽ നിംബോ യൂണിവേഴ്സിറ്റി ഈസ് ഗിവിംഗ് 10,000 RMB ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ. ഫസ്റ്റ് ഇയറിൽ 10,000 RMBയും സെക്കൻഡ് ഇയറിൽ 10,000 RMB, അതായത് 1 lakh Indian rupees കൺഫേം ആയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ് എല്ലാ സ്റ്റുഡൻസിനും. ആൻഡ് ഇറ്റ് ഈസ് above the scholarships which is there, അതായത് 2 lakhs പെർഫോമൻസ് സ്കോളർഷിപ്പ് ഓൾറെഡി ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 6 സ്റ്റുഡൻസിന് ഓൾറെഡി ഉണ്ട്. അതിന്റെ പുറമെയാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഉള്ളത്. അപ്പോൾ അതും ദാറ്റ് ഈസ് ഓൾസോ ആൻ ആഡഡ് അഡ്വാൻറ്റേജ് നൗ. ദെൻ അതർ തിങ്സ് ഇപ്പോൾ അവിടുത്തെ അക്കാഡമിക് കരിക്കുലം നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോർമലി സ്റ്റാർട്ട് അക്കാഡമിക് സെഷൻ നോക്കുകയാണെങ്കിൽ നോർമലി ഇറ്റ് സ്റ്റാർട്ട് ഇൻ സെപ്റ്റംബർ ടു ജനുവരി ആണ് ഫസ്റ്റ് സെമസ്റ്റർ ഉണ്ടാവുക നോർമലി. ദെൻ സെക്കൻഡ് സെമസ്റ്റർ ഫ്രം മാർച്ച് ടു ജൂൺ ഓർ ജൂലൈ. ഓക്കെ, ആൻഡ് ജൂലൈ ഓഗസ്റ്റിൽ ഒരു 45 days വെക്കേഷൻ ഉണ്ടാവും. ആൻഡ് ഇൻ ഫെബ്രുവരി ഓൾസോ ദർ വിൽ ബി അറൌണ്ട് 20-25 days ഹോളിഡേസ്. ഈ ഒരു ഇതിലാണ് ക്ലാസ് നടക്കുക. പിന്നെ മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് ഉള്ളത്. ഓക്കെ, മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ടാവും. ദെൻ വി ഹാവ് സ്റ്റഡി ടൈം. നമ്മൾ നിംബോ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമുക്ക് അതിനായിട്ട് സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള സ്റ്റഡി ടൈം ഉണ്ട്. ദെൻ ഈവൻ വി ഹാവ് വീക്ക്ലി എക്സാമിനേഷൻസ് ഉണ്ട്. Then also we are giving MCA coaching on the campus. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു റിസൾട്ട് ഇതാവാൻ പറ്റിയിട്ടുള്ളത്. ഇനി if you are considering about other universities in China, okay, ഇപ്പോൾ ചൈനയിൽ almost we have 45 universities which is MCA approved to intake students. Okay, അപ്പോൾ ഈ ഒരു 45 ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ചൈന തന്നെ ഈ ഒരു ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറിൻ സ്റ്റുഡൻസിന് എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. വൈ? ബിക്കോസ് ടു മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി, ഓക്കെ, ടു കൺട്രോൾ ദ ക്വാളിറ്റി ആൻഡ് ദ നമ്പർ ഓഫ് സീറ്റ്സ്. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഇത്ര ഫോറിൻ സ്റ്റുഡൻസിന് എടുക്കാൻ പാടുന്നുണ്ട്. സോ നൗ വി ഹാവ് അറൌണ്ട് 45 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 3,200 to 3,250 എന്നുള്ള സീറ്റ്സ് ആണുള്ളത്. ഓക്കെ, സോ we have other universities also. But Nimbo University is our exclusive university. നമ്മുടെ എക്സ്ക്ലൂസീവ് യൂണിവേഴ്സിറ്റി ആണ്. അത് കൂടാതെ തന്നെ നമുക്ക് അവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. സൗത്ത് ഈസ്റ്റ് യൂണിവേഴ്സിറ്റി, യാങ്ജോ യൂണിവേഴ്സിറ്റി, ചിന്താവ് യൂണിവേഴ്സിറ്റി, ഓക്കെ, ക്യാപിറ്റൽ യൂണിവേഴ്സിറ്റി, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. യു ക്യാൻ സെലക്ട് അപ്പോൺ യുവർ ബഡ്ജറ്റ്. ഓക്കെ, ഇപ്പോൾ മോർ ഓർ ലെസ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഫീസ് സ്ട്രക്ചർ സെയിം ആണ്. 3 lakhs ഓൺവേർഡ്സ് ആണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. ആൻഡ് 3 lakhs ബിലോ ഉള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട്. സോ മെയിൻലി 3 lakh to 4 lakhs എന്നുള്ള റേഞ്ചിലാണ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ട്യൂഷൻ ഫീ പെർ ഇയർ. അക്കോമഡേഷൻ ഈ സ്റ്റാൻഡേർഡ് 40,000 to 60,000 rupees പെർ ഇയർ ആണ് വരിക. ദെൻ അറൌണ്ട് 50,000 rupees 50 to 60,000 നിങ്ങൾക്ക് ഫുഡിനുള്ള ഒരു എക്സ്പെൻസ് വരും പെർ ഇയർ. ഓക്കെ, ദെൻ ഇഫ് യു ആർ ട്രാവലിംഗ്, ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ബട്ട് സ്റ്റിൽ ഇഫ് യു ആർ ട്രാവലിംഗ്, ഇപ്പോൾ നിങ്ങൾ തിരിച്ച് എല്ലാ വെക്കേഷനിലും നാട്ടിൽ വരികയാണെങ്കിൽ ദെൻ അതിൻ്റെ ഒരു കോസ്റ്റ് ഇറ്റ് വിൽ കം അറൌണ്ട് 25,000 to 50,000 ഡിപ്പെൻഡിങ് ഓൺ വിച്ച് സിറ്റി യു ആർ. സോ വെൻ ഇറ്റ് കംസ് ടു ലൊക്കേഷൻ, അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ യൂണിവേഴ്സിറ്റീസും ഇസ് ക്ലോസ് ടു ഷാങ്ഹായ്. അപ്പോൾ ഷാങ്ഹായ് എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല, ഇപ്പോൾ നിംബോ ആണെങ്കിൽ നിംബോയിലും ഇന്റർനാഷണൽ എയർപോർട്ട് ഇസ് ദർ. ഓക്കെ, ദെൻ വിൽ കം ടു മലേഷ്യ. If you are talking about മലേഷ്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ മലേഷ്യയിലുണ്ട്. ഇപ്പോൾ MCA ലിസ്റ്റിൽ തന്നെ ഏകദേശം 10 to 11 യൂണിവേഴ്സിറ്റീസ് മലേഷ്യയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ മലേഷ്യയിലാവുമ്പോൾ വെദർ ആൻഡ് ഓൾ എവറിത്തിങ് ഈസ് സിമിലർ ടു കേരള. പിന്നെ പോയി വരാനും ഓൺലി 4 hours പോയി വരാനുള്ളൂ. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് മലേഷ്യയിലാവുമ്പോൾ. സോ പിന്നെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പേരൻസ്, ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. വിൽ കം ടു ദാറ്റ്. അപ്പോൾ വിൽ കം ടു ദാറ്റ് one by one after this session. So now when it comes to Philippines, as I said, the program is always for 2+4. അതായത് 2+4 ആണ് ഇപ്പോൾ നമുക്ക് ഫിലിപ്പൈൻസിൽ പ്രോഗ്രാം വരുന്നത്. ഓക്കെ, സോ ഫിലിപ്പൈൻസിലെ ഇത് നോക്കുകയാണെങ്കിൽ when it comes to Philippines,
it will be more like around 2 lakhs onwards Philippines tuition fees ഉണ്ട്. Okay, 2 lakhs onwards Philippines tuition fees ഉണ്ട്. So Philippines total 15 to 20 lakhs വരെ നിങ്ങൾക്ക് total Philippines package വരും. Okay. Yeah, so okay, 2-year BS program means, right? So now we will come to one by one all questions. I will discuss about the questions. So when the contact number I will be posting here. So you can always call our office in Kerala in this number, and if you need a personal counseling also, you can call them and take the time so we can have a online counseling. Okay. Secondly, Moldova details. Yes, Moldova, the program mainly 6 years program ആണ്, and Nicole Testimony University ആണുള്ളത്. So more details ഈ നമ്പറിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാം. Then 2 years BS program. 2 years BS program in Philippines, what it means exactly is, ഇപ്പോൾ ഫിലിപ്പൈൻസിലെ എഡ്യൂക്കേഷൻ അനുസരിച്ച് അവിടെ ഉള്ളത് MD പ്രോഗ്രാമാണ്, സിമിലർ ടു US. അപ്പോൾ അതിന് പ്രീ മെഡിക്കൽ പ്രോഗ്രാം ഇസ് മസ്റ്റ്. അപ്പോൾ ഈ പ്രീ മെഡിക്കൽ പ്രോഗ്രാം നമുക്കിപ്പോ നിലവിൽ ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ ഫിലിപ്പൈൻസിലെ യൂണിവേഴ്സിറ്റീസ് അവിടെ ഇൻടേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് ദേ ആർ ആസ്കിങ് ദ സ്റ്റുഡൻസ് ടു undergo a BS program. Same universities തന്നെ, same universities BS program ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, different universities. It's always better to choose the same university for BS and MD. So BS എന്ന് പറഞ്ഞാൽ Bachelor of Science program ആണ്, which you can get in 2 years, and then you will continue onwards to the 3rd year of your program. That means first year of MD. അങ്ങനെ totally 6 years. Within 6 years ആണ് ഫിലിപ്പൈൻസിൽ പ്രോഗ്രാം വരുന്നത്. And someone have asked about PG. Yes, for PG യുടെ ഒരു ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ, when it comes to, we'll go one by one. ഇപ്പോൾ for example, if you want to do in China, ഇപ്പോൾ ചൈനയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ചൈനയിൽ തന്നെ MBBS പഠിച്ച സ്റ്റുഡൻസ് അല്ലെങ്കിൽ നല്ല സ്കോറിൽ പഠിച്ച സ്റ്റുഡൻസ് ആണെങ്കിൽ, you can always get a scholarship. ചൈന ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് അനുസരിച്ചിട്ട് സ്റ്റൈപ്പൻഡോട് കൂടി 3 years PG പ്രോഗ്രാം in any discipline നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Okay. Then if you want to go to other countries for PG, also there are options, but we need to look on your budget and also other options, which will suit you, we can suggest. If anyone ആർക്കെങ്കിലും doubts ഉണ്ടെങ്കിൽ, you can type, then we can answer your doubts. അപ്പോൾ MBBS ഇപ്പോൾ ചൈനയിലത്തെ സ്പെസിഫിക്കലായിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ if you have any questions on any universities. Georgia, right? Georgia, of course, Georgia program is 6 years program, including internship. 6 years program ആണ്. So the total cost, for tuition fee structure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $5,000 USD onwards ഫീസ് ഉണ്ട്. $5,000 to $8,000 വരെ ഉള്ള യൂണിവേഴ്സിറ്റി. കൊക്കാക്കസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, കൊക്കാക്കസ് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ. അതുപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ MCI ലിസ്റ്റഡ് ആയിട്ടുള്ള 8 to 10 യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇൻ ജോർജിയ. സോ ജോർജിയ ആക്ച്വലി, സോറി, ഷെൻസൺ കൺട്രി അല്ല. So it's a Eurasian country, Georgia. Hello. Yes, പറഞ്ഞോളൂ. നമ്മളിപ്പോ അബ്രോഡ് PG ചെയ്താലേ, ഓക്കെ, അത് വെച്ചിട്ട് തന്നെ ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇപ്പോഴത്തെ ഒരു നിലവിലെ MCI പ്രകാരം only 5 countries PG ആണ് ഡയറക്ട്ലി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്.
അതിൽ UK, US, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ ഈ 5 കൺട്രീസിലുള്ള PG മാത്രമാണ് ഡയറക്ട്ലി ഇന്ത്യയിൽ ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് MCAയിൽ രജിസ്റ്ററബിൾ ആയിട്ടുള്ളത്. ഇവിടെ PG ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ? ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഗവൺമെന്റ് സെക്ടറിലല്ല, പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പൊ ഒരുപാട് നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഇപ്പൊ ചൈനയിലും അതുപോലെ പല കൺട്രീസിലും PG ചെയ്തിട്ട്, ഫിലിപ്പൈൻസിലൊക്കെ PG ചെയ്തിട്ട് ദേ ആർ വർക്കിംഗ്, ബട്ട് ഓൺലി ഇൻ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ. ഓക്കെ. ദെൻ ഇപ്പോ ദർ വിൽ ബി, ഇപ്പോ നമുക്കിപ്പോ നിങ്ങളിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ത്യന്റെ പുറത്ത് അബ്രോഡ് MBBS ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ സിസ്റ്റം. ഇപ്പോൾ ഓൾറെഡി ഒരു 2002 മുതൽ അത് ഇന്ത്യയിൽ എവിടെ പഠിച്ചാലും തിരിച്ചു വന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എക്സാം എഴുതാനുള്ള ഒരു സിസ്റ്റം ഓൾറെഡി MCA ചെയ്തു വെച്ചിട്ടുണ്ട്. സോ വെരി സൂൺ ഇപ്പോൾ PG അബ്രോഡ് ചെയ്തു കഴിഞ്ഞാൽ there is also they will be allowed to write the same exam as DNB എന്നുള്ളൊരു പ്രൊപ്പോസൽ പുതിയ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നതോടുകൂടി എവിടെ പഠിച്ചാലും ഈ ഒരു DNBയുടെ ഈക്വലന്റ് ആയിട്ടുള്ള എക്സാം എഴുതുന്നത് കൂടി ദാറ്റ് PG ഇപ്പൊ ഏത് കൺട്രിയിൽ പഠിച്ചാലും ആ ഒരു PG ഇന്ത്യയിൽ ഇറ്റ് വിൽ ബി വാലിഡ്. പക്ഷെ അത് അത് ഇതുവരെ വന്നിട്ടില്ല, ആ ഒരു ആക്ട് വന്നിട്ടില്ല. ഇറ്റ് വിൽ ബി കമ്മിങ് സൂൺ. ഇനി ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആസ്ക് ഓർ യു ക്യാൻ ഓക്കെ ദർ ഈസ് എ ക്വസ്റ്റ്യൻ. So okay, this is a difficult question, but still I will answer that. Which university is better? Okay, so in a country, see, when it comes to if you are like choosing China for your studies, of course NIMBO is a better option. Why? But NIMBO nu namukku I have a alumni already. Ipo namukku ഒരുപാട് സ്റ്റുഡൻസ് അവിടുന്ന് നിംബോന്ന് പഠിച്ചു വന്ന സ്റ്റുഡൻസ് ഓൾറെഡി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ അക്കാഡമിക്സ് വൈസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും യെസ് ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. ആൻഡ് ഇഫ് യു ആസ്ക് മീ കൊക്കസ് ഓൾസോ ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ ബിക്കോസ് അത് ജോർജിയയിലുള്ളതാണ്. സോ ഫീസ് സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഫീസ് സ്ട്രക്ചർ വന്നിട്ട് ഇപ്പോൾ കൊക്കസിൽ വന്നിട്ട് $5,500 വരുന്നുണ്ട് പെർ ഇയർ. ദെൻ all of these things have to be considered. അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ ഇപ്പോൾ സ്കോർ ഓൾസോ, ഇപ്പോൾ നമ്മളെ എൻട്രി റിക്വയർമെന്റ് നോക്കുകയാണെങ്കിൽ നിംബോലെ എൻട്രി റിക്വയർമെന്റ് ഈസ് ഹൈ, 70% എബോവ് വേണം. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്യാൻ പറ്റും. യൂറേഷ്യൻ കൺട്രീസിൽ സ്കോളർഷിപ്പ് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്സ് ഇപ്പൊ കുറവാണ്. നമ്മൾ now we are having scholarships for Malaysia and China specifically. ഇപ്പൊ മലേഷ്യയിലാണെങ്കിൽ ഏഷ്യൻ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റീസിൽ now there is 50% scholarship, 50% on the tuition fee scholarship ഉണ്ട്. And like I said, നിംബോലാണെങ്കിൽ 10,000 RMB for first year and second year കൺഫേം സ്കോളർഷിപ്പ് ഉണ്ട്. ഈ 2020 ഈ ഇൻടേക്കിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു സ്കോളർഷിപ്സ് ഗ്യാരണ്ടീഡ് ആണ്.